എത്രയും സ്നേഹമുള്ള SBT ഓർമ്മക്കൂട് കുടുംബാംഗങ്ങളെ, അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച ശ്രീരഞ്ജിനി, വേണുഗോപാൽ, സുചിത്ര ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാരോട് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. പാട്ട് കേൾക്കാൻ എത്തിയിരിക്കുന്നതിന് മുമ്പിൽ ഒരു പ്രസംഗത്തിനൊട്ടും സാങ്കത്യമില്ല എന്നെനിക്കറിയാം. എങ്കിലും വയലാർ എന്ന മഹാപ്രതിഭയെ സ്മരിച്ചുകൊണ്ട് ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മലയാളികളുടെയൊക്കെയും ഇത്തരത്തിലുള്ള അനുസ്മരണ ചടങ്ങുകളും അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ അവതരണവും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വയലാറിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഇന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ കലയും സാഹിത്യവുമൊക്കെ മനുഷ്യൻ്റെ പുരോഗതിക്ക് അടിസ്ഥാന വേരുകളാണ്. ഏറ്റവും വലിയ ജനകീയ കല എന്ന് പറയുന്ന സംഗീതമാണ്, പിന്നെ നാടകമാണ്. ആ സംഗീതത്തിൻ്റെ ഏറ്റവും പോപ്പുലറായിട്ടുള്ളതാണ് ലളിതഗാന ശാഖ. ആ ലളിതഗാന ശാഖയിൽപ്പെടുന്നതാണ് സിനിമാ ഗാനങ്ങൾ. വയലാറിനെ കുറിച്ച് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശ്രീകുമാരൻ തമ്പി ചേട്ടൻ പറഞ്ഞൊരു വാചകമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഏതാണ്ട് 64-65 കാലഘട്ടത്തിലാണ് ശ്രീകുമാരൻ തമ്പി മലയാള ചലച്ചിത്ര ഗാനരംഗത്തേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തെ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂവിൽ പറയുണ്ടായി, ഞാൻ കടന്നു വരുമ്പോൾ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഒരു ഹിമാലയ പർവ്വതവും ഒരു എവറസ്റ്റുമായിരുന്നു എന്നാണ്. ഹിമാലയ പർവ്വതത്തിനകത്താണ് എവറസ്റ്റ് ഉള്ളത്. ഹിമാലയ പർവ്വതം ഒരു എവറസ്റ്റും എന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് ഹിമാലയ പർവ്വതം P. ഭാസ്കരനായിരുന്നു. എവറസ്റ്റ് വയലാർ രാമവർമ്മയാണ്. മുൻ മാതൃകകൾ ഒന്നുമില്ലാതിരുന്ന ചലച്ചിത്ര ഗാന രംഗത്ത് മുൻ മാതൃകകൾ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്വന്തമായ ഒരു ഗാന അവതരണ രീതി കൊണ്ടുവന്നത് ഭാസ്കരൻ മാസ്റ്ററാണ്. നമുക്ക് ഇവർക്ക് മുമ്പായിട്ട് ചില കവികളൊക്കെ രംഗത്ത് വന്നു. ഉദാഹരണത്തിന് ആദ്യമായിട്ട് കവിത എഴുതി രംഗത്ത് വന്ന ഒരാളാണ് പുത്തൻകാവ് മാത്തൻ തിരകൻ. അത് G. ശങ്കർ എഴുതിയിട്ടുണ്ട്, തിരുനെല്ലൂർ കരുണാകരൻ. ഇവരൊക്കെ കവികൾ, യഥാർത്ഥത്തിൽ വലിയ കവികളാണ്. പക്ഷെ കവികള് ഗാനങ്ങൾ എഴുതിയതൊന്നും അത്ര ശോഭിച്ചില്ല. കാരണം ഗാനം എന്ന് പറയുന്നത് 3.5 മിനിറ്റുള്ള ഒരു സ്വരശില്പമാണ്. ഈ 3.5 മിനിറ്റിനകത്ത് ആ രംഗത്തെക്കുറിച്ച്, കഥാതന്തുവിനെ കുറിച്ച് വളരെ ഒതുക്കിയ വാക്കുകളിൽ കുറിച്ച് വെക്കണം. അപ്പം വേറൊരു ആലങ്കാരികമായി പറഞ്ഞാൽ ഒരു മുട്ടിനുള്ളിൽ വസന്തം നിറയ്ക്കുന്ന പോലെയാണ് ഗാനരചന നടത്തുക എന്നുള്ളത്. അപ്പോൾ ആ 3 മിനിറ്റിലെ 3 ഖണ്ഡങ്ങളായിട്ട് പല്ലവി, അനുപല്ലവി, ചരണം 3 ഖണ്ഡങ്ങളിലായിട്ട് ഒരു കഥാസന്ദർഭം പറഞ്ഞു വെക്കുക. അതും ഒതുക്കമുള്ള വരികളിൽ, ലാവണ്യമുള്ള വരികളിൽ പറഞ്ഞു വെക്കുക എന്നുള്ള വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. ഇത് നിർവഹിച്ച അപൂർവം പ്രതിഭാശാലികളാണ് നമുക്കുള്ളത്. മലയാളത്തിലെ ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക്. പക്ഷേ വയലാറിനെ എടുക്കുമ്പോൾ, വയലാറിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോഴേ, വയലാർ രാമവർക്കും വലിയ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ആളല്ല. അദ്ദേഹം ഗുരുകുല സമ്പ്രദായത്തിൽ 5ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് 5 വർഷം സംസ്കൃതം പഠിച്ചു. അദ്ദേഹത്തിന്റെ അമ്മാവന്റെ അടുത്ത് സംസ്കൃതം പഠിച്ചു. ഇതാണ് അദ്ദേഹത്തിന്റെ പഠനം. പക്ഷെ അദ്ദേഹത്തിന്റെ ഓരോ ഗാനങ്ങൾ എടുത്ത് നോക്കുമ്പോഴും പ്രകൃതിയെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, മാനവികതയെക്കുറിച്ച്, വിപ്ലവത്തെക്കുറിച്ചൊക്കെ തന്നെ ഇത്രയധികം ഒരു ദാർശനികമായ തലത്തിൽ എഴുതിയ ഒരു കവി, ഒരു ഗാനരചയിതാവ് മറ്റേതെങ്കിലും ഭാഷയിലുണ്ടോ എന്നുള്ള സംശയമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തോടൊപ്പം നിർത്താൻ പറ്റുന്നത് തമിഴ്നാട്ടിലെ കണ്ണദാസനാണ്. കണ്ണദാസനും ഇതേപോലെ വലിയൊരു ഒരു വിദ്യാഭ്യാസമുള്ള ആളല്ല, വളരെ കുറച്ച് മാത്രം എഴുതും. പിന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയ ഗുൽസാറാണ്. ഗുൽസാർ വളരെ വിദ്യാസമ്പന്നനായ ഒരാളാണ്. ഇപ്പൊ ഇവര് 3 പേരെയും വേണമെങ്കിൽ നമുക്ക് തുല്യം ചെയ്യാൻ സാധിക്കും. പക്ഷെ മലയാളത്തിന് കിട്ടിയ ഏറ്റവും വലിയ വരദാനം P. ഭാസ്കരനും അതുപോലെ തന്നെ വയലാറുമാണ്. ഭാസ്കരൻ മാഷയെ കുറിച്ച് പറയുമ്പോഴേ, ഭാസ്കരൻ മാഷ് തികഞ്ഞൊരു കവിയാണ്. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹം നമ്മുടെ ലളിതമായ പദാവലികളുണ്ട്. നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ, ഒരു ആലങ്കാരിക ഭാഷയെ പറഞ്ഞാൽ നാട്ടിടകളുടെ ചൂടും ചൂരും ലവണപ്പകട്ടും അംഗരാഗവും ഒക്കെ വാക്കുകളിലൂടെ നമ്മളെ അനുഭവിപ്പിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗാനരചയിതാവാണ് P. ഭാസ്കരൻ. അതേസമയം വയലാറിനെ സംബന്ധിച്ചുള്ള പറയുമ്പോഴേ, വയലാർ ഉപയോഗിച്ച ഓരോ പദങ്ങളും അനാവശ്യമായിട്ട് ഒരു ചെറിയ വാക്ക് പോലും, ഒരു വരി പോലും അദ്ദേഹം എഴുതിയിട്ടില്ല.
നമ്മുടെ സംസ്കാരത്തിലെ ഭാരതീയ സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും. വേദങ്ങളിലൂന്നിയാണ് ഇതിഹാസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ രാമായണം, മഹാഭാരതം, അതുപോലെ തന്നെ അതിനുശേഷമുള്ള ഖണ്ഡകാവ്യങ്ങൾ, ഉപനിഷത്തുകൾ, ഇതൊക്കെയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ആണിക്കല്ലുകൾ. ഇതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലെ ഏറ്റവും പ്രമുഖനായ 3 വ്യക്തികളെ എടുത്ത് കാണിച്ചാൽ, ഒന്ന് വാൽമീകി എഴുതിയ രാമായണം, അത് കഴിഞ്ഞ് വ്യാസന്റെ മഹാഭാരതം, അത് കഴിഞ്ഞ് കാളിദാസൻ. ഈ 3 പേരാണ് ഭാരതീയ സംസ്കാരത്തിന്റെ ആണിക്കല്ലുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്നത്. വ്യാസനെ കുറിച്ച് പറയുന്നത് വ്യാസനിലെ വ്യാസറാണെന്ന് പറയുന്നുണ്ട്. കാര്യം ഒരു മനുഷ്യായുസ്സിൽ എഴുതാവുന്നേക്കാൾ കൂടുതൽ എഴുതി ഉപകഥകളും കഥകളും കൊണ്ട് നമ്മളെ സമ്പുഷ്ടമാക്കിയ, ലോകത്തെ വിസ്മയിപ്പിച്ചൊരു വലിയ കവിയാണ് വേദവ്യാസൻ. വ്യാസൻ എഴുതിയ കഥകളല്ല വ്യാസരുടെ രചനകളാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ 3 പേര്. പക്ഷെ ഇവിടെ വയലാറുമായിട്ട് ബന്ധം വരുന്നത്, വയലാറിന്റെ ഏറ്റവും വലിയ മാനസഗുരു എന്ന് പറയുന്നത് കാളിദാസനാണ്. കാളിദാസന്റെ ഭാവനയെ കാൽച്ചിലം പണിയിച്ച കവിയാണ് ശരിക്കും വയലാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏത് കവിത, ഏത് ഇതെഴുതിയാലും എവിടെങ്കിലും കാളിദാസന്റെ ഒരു ചെറിയ സ്പർശനം, കാളിദാസ രചനയുടെ ഒരു ചെറിയ കാര്യങ്ങളുണ്ടാകും. ഇനി വയലാറിലേക്ക് തിരിച്ചു വരാം. വയലാർ എന്നുള്ള പദങ്ങൾ നമ്മൾ ആദ്യം കേൾക്കുന്നത് CP രാമസ്വാമിയുടെ പട്ടാളം, പോലീസുകാര് അന്ന് അവകാശങ്ങൾക്ക് വേണ്ടി, അതിലെ വിവേചനങ്ങൾക്കെതിരായിട്ട് പൊരുതിയ നാട്ടുകാരെ വെടിവെച്ച് കുറെ പേര് മരിച്ച വയലാറിനെയാണ് നമ്മൾ ആദ്യം കേൾക്കുന്നത്. പിന്നെ നമ്മൾ വയലാർ കേൾക്കുന്ന വയലാർ രാമവർമ്മയെ കുറിച്ചാണ്. വയലാർ രാമവർമ്മയുടെ ആദ്യ പേര് രാമവർമ്മ തിരുമുൽപ്പാടെന്നായിരുന്നു. രാമവർമ്മ തിരുമുൽപ്പാടിന്റെ പേരിൽ കുറെ കവിതകളൊക്കെ ആദ്യം പ്രസിദ്ധീകരിച്ചിരുന്നു. അദ്ദേഹത്തിന് പണമൊന്നും ഇല്ലാത്തതുകൊണ്ട് മുല്ലയ്ക്കലെ ഒരു പ്രസ്സുകാരാണ് പ്രസിദ്ധീകരിച്ചത്. അതിനകത്ത് എഴുതിയിരുന്നത് രാമവർമ്മ തിരുമുൽപ്പാടെന്നാണ്. പിന്നീട് അദ്ദേഹം 1956 കൂടപ്പുറപ്പിലൂടെ അദ്ദേഹം കൂടപ്പുറപ്പിലൂടെ തുമ്പി വാവ, ഈ തുമ്പത്തട്ടിൽ വാവ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പൊന്നും തുമ്പിയായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അതിനുശേഷമാണ് വയലാർ രാമവർമ്മ ആയി മാറിയത്. ഞാൻ 1-2 ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. കാര്യം പാട്ട് കേൾക്കാനത്തിന് മുമ്പിലെ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല, ഞാൻ തന്നെ ഇവിടെ പറയുണ്ടായി. അദ്ദേഹത്തെ ഉപയോഗിച്ച ചില വാക്കുകൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ചലച്ചിത്രഗാന രംഗത്ത് കടന്നു വരുന്നതിന് മുമ്പായിട്ട് അന്ന് സ്ഥിരപ്രതിഷ്ഠ നേടിയിരുന്ന ഒരു കവി എന്ന് പറഞ്ഞ ONV ആയിരുന്നു. ONV ദേവരാജൻ കൂട്ടുകെട്ട് KPSC നാടകങ്ങളിലൂടെ മിന്നി നിൽക്കുന്ന കാലഘട്ടമാണ്. പക്ഷെ ആ സമയത്ത് തന്നെ അദ്ദേഹം LPR വർമ്മയുടെ കൂടെ പൂവനങ്ങൾക്കറിയാമോ ഒരു പൂവിൻ വേദന, പറന്ന് പറന്ന് പറന്ന്, ആ പാട്ടുകള്, കായലിനക്കരെ പോകാൻ എനിക്കൊരു കളിവെള്ളമുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകളിലൂടെ ചില നാടകങ്ങളിലൂടെയാണ് ആദ്യം വയലാർ രംഗത്ത് വരുന്നത്. ഇതേ കാലയളവിലാണ് അദ്ദേഹം പരവൂർ ദേവരാജനെ മൊത്തിട്ട് ഏഴാം കടലിനക്കരയുണ്ടൊരു ഏഴിലമ്പാല എന്ന് പറഞ്ഞ പാട്ട്, ചക്കരപ്പന്തലിൽ തേന്മര ചൊരിയും ചക്രവർത്തി കുമാര AP കോമള പാടിയ പാട്ട്, ബലികുടീരങ്ങളി എന്നുള്ള പാട്ട്, ഈ 3-4 പാട്ടുകളുടെ മലയാള നാടക ഗാനങ്ങളിലൂടെയാണ് അദ്ദേഹം ആദ്യം ശ്രദ്ധേയനാകുന്നത്. അങ്ങനെയാണ് പിന്നീട് ഞാൻ പറഞ്ഞ 56 തുമ്പി വാവ, AM രാജയുടെ മാനസറാണി, ഇതൊക്കെ. അതുപോലെ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പ്രശസ്തനാക്കിയ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് ഭാര്യയാണ്. ഭാര്യയിലെ എല്ലാ പാട്ടുകളും, പെരിയാറെ മുതൽ പഞ്ചാരപ്പാലം മിഠായി, മുൾക്കിരീടം ഇതെന്തിനു നൽകി, ഒരുപാട് പാട്ടുകൾ, എല്ലാ പാട്ടുകളും ഒന്നും. അങ്ങനെ ആ ഭാര്യ ചിത്രം വന്നതോടെ തന്നെ മലയാള ചലച്ചിത്ര ഗാന തറവാട്ടിലെ ഒരു സിംഹാസനം അദ്ദേഹം കൈയടക്കി എന്നുള്ളതാണ്. പിന്നീട് ഒരിക്കലും വയലാറിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹത്തെ എഴുതിയ അവിടെ ദേവപ്രസാദ് പറഞ്ഞല്ലേ, പ്രണയം, കുടുംബം, ശാസ്ത്രം, തത്വചിന്ത, മലയാള കവിതയ്ക്ക് എന്തൊക്കെ നഷ്ടമായോ അതെല്ലാം തന്നെ ഗാനങ്ങളിലൂടെ വയലാർ നമുക്ക് തന്നു എന്നാണ് NV കൃഷ്ണവാര്യർ അദ്ദേഹത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. വയലാർ ഗാനങ്ങളെല്ലാം ശുദ്ധമായ കവിതകൾ തന്നെയാണ്. അതിന് 2-3 എക്സാമ്പിൾ ഞാൻ പറയാം. ഒന്ന്, ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു. അതിന്റെ ഓരോ വരികളെടുത്താലും വളരെ പദനിഷ്ഠമായ, കൃത്യനിഷ്ഠമായ കവിത എങ്ങനെ നമ്മൾ വായിക്കുന്നു, അതിന്റെ ഒരു ശാലീനത ആ ഗാനങ്ങളുണ്ട്. സ്വർണ്ണചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ സ്വർണ്ണചാമരം വീശിയെത്തുന്ന സ്വപ്നം, വസ്തുത ആ ഒരു കാവ്യഭാവന
ശരിക്കും കാളിദാസന്റെയാണ്. പിന്നെ രാജശില്പി നീ എനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ, സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, സന്യാസിനി, അതുപോലുള്ള എത്രയോ പാട്ടുകൾ. ഈ പാട്ടുകളൊക്കെ നമ്മൾ ഓർക്കുമ്പോഴേ സമീപകാലത്ത് എഴുതിയ ചില പാട്ടുകൾ നമ്മൾ ഓർക്കാം. പിന്നെ അമ്മായി അപ്പം ചുട്ടതും അവനെ അമ്മായിക്ക് കുടിക്കാൻ ചാരായം കൊടുത്തതും ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ വരുന്നത്. അപ്പൊ യുവതലമുറ കണ്ടുപിടിക്കേണ്ട, എന്നും ആദരിക്കേണ്ട സ്വർണ്ണ വിഗ്രഹത്തിലൊരു സ്വർണ്ണ കോവിലിലെ ഒരു വലിയ വിഗ്രഹമാണ് വയലാർ രാമവർമ്മ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ഈ ശാസ്ത്രത്തിലുള്ള അഭിനിവേശം. മനുഷ്യൻ ആദ്യം നമ്മൾ ചന്ദ്രനെ കുറിച്ച് പറഞ്ഞത് ചന്ദ്രൻ ദൈവമാണ്, ചന്ദ്രന്റെ പ്രത്യേക ഇതാണ്, ചന്ദ്രനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കവി എഴുതിയിട്ടുള്ളത്. ചന്ദ്രനിൽ ആദ്യമായിട്ട് നീൽ ആംസ്ട്രോങ് കാല് കുത്തിക്കപ്പോൾ അദ്ദേഹം ഒരു പാട്ടെഴുതി. തങ്കത്താഴിക കുളമല്ല, താരാവധത്തിലെ രഥമല്ല, ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണ്ണ മയൂഖമല്ല. ആലോചിക്കുക, അതുവരെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങളെ തിരുത്തി എഴുതിക്കൊണ്ടാണ് വയലാർ എഴുതിയത്. തങ്കത്താഴിക കുളമല്ല, താരാപഥത്തിലെ രഥമല്ല, ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണ്ണ മയൂഖമല്ല എന്ന് പറയാനും വയലാർ മാത്രമേ സാധിച്ചുള്ളൂ എന്നാണ്. നമ്മൾ പാട്ടുകൾ കേട്ടും പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് 2 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചേക്കാം. നേരത്തെ പറഞ്ഞു തികഞ്ഞ നിരീശ്വരവാദിയായിരുന്നു അദ്ദേഹം, കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് മനുഷ്യപക്ഷത്ത് എല്ലാ കമ്മ്യൂണിസം എന്നുള്ള മനുഷ്യശാസ്ത്രമാണത്. മനുഷ്യനെ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നാണ് പറയുന്നത്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പറയുന്നതല്ല, അതാണ് കമ്മ്യൂണിസ്റ്റ്. മാർക്സ് പറഞ്ഞ കമ്മ്യൂണിസം അതാണ്. അദ്ദേഹം പറഞ്ഞു, യേശുദാസിനെ അമ്പലത്തിൽ കയറ്റാത്തതിനെ കുറിച്ച് പറഞ്ഞു, ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും എന്ന് പറഞ്ഞ് എന്നെ ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും. അത് പിന്നീട് യേശുദാസ് മാറ്റിപ്പാടി, ഗോപുരവാതിൽ തുറക്കാതെ ഞാൻ ഗോപകുമാരനെ കാണുമെന്ന് അദ്ദേഹം പാടുകയുണ്ട്. അതുപോലെ ഒരു ഏറ്റവും വലിയ ഹിന്ദുമത വിശ്വാസ അയാൾ എഴുതിയേക്കാളും അതിമനോഹരമുണ്ട് ശബരിമലയിൽ തങ്ക സൂര്യോദയം. അദ്ദേഹം ശബരിമലയിൽ പോയിട്ടില്ല. ശബരിമലയിലെ തങ്ക സൂര്യോദയത്തെ കുറിച്ച് ഇത്രയും മനോഹരമായി എഴുതിയ ഒരു ഗാനരചയിതാവ് മലയാളത്തിനുണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ എന്നുള്ള ചെമ്പരത്തിയിലെ പാട്ട്, സ്വർഗപുത്രി നവരാത്രി, ഇന്നിവിടുത്തെ രാജൻ പാടുന്നുണ്ടെന്ന്, സ്വർഗപുത്രി നവരാത്രി എന്നുള്ള പാട്ട് അത്തരത്തിലുള്ളതാണ്. അദ്ദേഹം മതേതരത്തിൽ അങ്ങേയറ്റത്തെ മതേതര വിശ്വാസിയായിരുന്നു. അദ്ദേഹം ഒരു മതത്തിലും വിശ്വസിച്ചിരുന്നുള്ളൂ, ആകെ ഒരേ മതത്തിൽ വിശ്വസിച്ചിരുന്നു. അദ്ദേഹം മനുഷ്യൻ എന്നുള്ള മതത്തിലാണ് വിശ്വസിച്ചത്. അദ്വൈതം ജനിച്ച നാട്ടിൽ, ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ 1000 ജാതികൾ, 1000 മതങ്ങൾ, 1000 ദൈവങ്ങൾ അദ്ദേഹം പറഞ്ഞു. വയലാറിനല്ലാതെ ആർക്കാണ് ഇത് പറയാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മുടെ സാഹിത്യകാരന്മാർ അനുഷ്ഠിക്കേണ്ട ധർമ്മമാണ് ശരിക്കും വയലാർ പറഞ്ഞു വെച്ചത്. ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിലെ വേലി കെട്ടിത്തിരിച്ച് മനുഷ്യനെ മാറ്റി നിർത്തുമ്പോൾ വാസ്തവത്തിൽ ഇനിയും വയലാർ രാമവർമ്മ ജനിക്കേണ്ട അവസരത്തിലാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. പിന്നെ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയ, കേരളത്തിലേക്ക് ആദ്യമായിട്ട് നാഷണൽ അവാർഡ് കൊണ്ടുവന്ന പാട്ട് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, അതിമനോഹരമായൊരു പാട്ട്. അതുപോലെ അദ്ദേഹം വേറൊന്ന് വളരെ ഇതായിട്ട് ഒരു കവിതയെ പാടുന്നുണ്ട്. ശബരിമലയിലും കല്ല്, ശക്തീശ്വരത്തിലും കല്ല്, തിരുപ്പതിമലയിലും കല്ല്, ഗുരുവായൂരിലും തൃച്ചംബരത്തിലും കല്ല്, കല്ലിനെ പൂജിക്കുന്നവരെ നിങ്ങൾ ഈ കൽപ്പണിക്കാരെ മറന്നിടല്ലേ. അതിമനോഹരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാദമുദ്ര എന്നുള്ള കവിതയ്ക്കകത്ത് തുടങ്ങുന്നുണ്ട്. പിന്നെ പള്ളിയിലെ അച്ഛന്മാരൊക്കെ പള്ളിയെ കുറിച്ച് പറഞ്ഞ വെള്ളി വാളാൽ പിതാവിന്റെ വിഗ്രഹം വിള്ളലുണ്ടാകാതെ കാത്തു സൂക്ഷിക്കുവാൻ അല്പം അയസ്കാന്തം ആ വിഗ്രഹത്തിന്റെ അറ്റത്ത് വയ്ക്കാൻ മറന്നില്ല ശില്പികൾ. ആർക്കാണത് പറയാൻ കഴിയാത്ത? വെള്ളി വാളാൽ പിതാവിന്റെ വിഗ്രഹം വിള്ളലുണ്ടാകാതെ കാത്തു സൂക്ഷിക്കുവാൻ അല്പം അയസ്കാന്തം ആ വിഗ്രഹത്തിന്റെ അറ്റത്ത് വയ്ക്കാൻ മറന്നില്ല ശില്പികൾ എന്നാണ് വയലാർ. ഞാൻ നേരത്തെ പറഞ്ഞാലേ ഒരു വാക്ക് പോലും വെറുതെ എഴുതുന്ന ആളായിരുന്നില്ല. അതുപോലെ മാർക്സ് പറഞ്ഞൊരു വാചകം അദ്ദേഹം അതിമനോഹരമായിട്ട് എഴുതി, ചലനം ചലനം ചലനം. അതൊക്കെയുള്ളൂ. മാർക്സ് പറഞ്ഞ എന്താണ്? മാറ്റം. മാറ്റമില്ലാതെ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് മാറ്റമാണ് എന്ന് പറഞ്ഞത് അദ്ദേഹം ചലനം 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 എന്ന് പറഞ്ഞു വെച്ചു. അതുപോലെ ഒരുപാട് വേറെ കാലത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, പ്രളയപയോധിയിൽ ഉറങ്ങി ഉണർന്നൊരു പ്രഭാമയൂരമേ കാലമേ. എന്തൊരു സങ്കല്പമാണ്. വാസ്തവത്തില് ഇതേ രീതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു കവി ഒരു 100 വർഷം കഴിഞ്ഞാലും നമുക്കുണ്ടാകുമെന്ന് സംശയമാണ്. പ്രളയപയോധിയിൽ നമുക്കറിയാം, ഒരു വലിയ വെള്ളപ്പൊക്കത്തിലാണ് ഈ ലോകം മുഴുവൻ നശിച്ചു. അവിടെ നിന്നാണ് ജീവന്റെ ആദ്യത്തെ തുടിപ്പുണ്ടാകുന്നത്. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ,
പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ എന്ന് വയലാർ പറയുന്നുണ്ട്. അതുപോലെ അനുഭവങ്ങൾ പാളിച്ചു നിങ്ങൾ വല്ലതും കണ്ടരുതാണ് ഒരു കഥ. ആ ഒരു കഥാപാത്രം ചെല്ലപ്പൻ എന്നുള്ളൊരു വിപ്ലവകാരിയ കഥാപാത്രമുണ്ട്. ഒറ്റ വാചകത്തിൽ അദ്ദേഹം ആ നോവൽ മുഴുവൻ വരച്ചിട്ടു എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ ഗാനരചയിത. അദ്ദേഹം പറഞ്ഞത്, അഗ്നിപർവ്വതം പുകഞ്ഞു, ഭൂചക്രവാളങ്ങൾ ചുവന്നു, മൃത്യുവിന്റെ ഗുഹയിൽ പുതിയൊരു രക്തപുഷ്പം വിടർന്നു. ആരെക്കുറിച്ചാണ്? ചെല്ലപ്പൻ എന്ന കഥാപാത്രത്തെ കുറിച്ചാണ് പറയുന്നത്. അഗ്നിപർവ്വതം പുകഞ്ഞു, ഭൂചക്രവാളങ്ങൾ ചുവന്നു, മൃത്യുവിന്റെ ഗുഹയിൽ പുതിയൊരു രക്തപുഷ്പം വിടർന്നു. വേറൊന്നും ഇനി ആ കഥാപാത്രത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഇതായിരുന്നു അദ്ദേഹം. അതിനകത്ത് തന്നെയാണ് അദ്ദേഹം സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവാൻ എന്നുള്ള ഏറ്റവും മനോഹരമായ പാട്ടെഴുതിയത്. വയലാറിന്റെ എല്ലാ കൃതികളിലും ഗന്ധർവന്മാരും യക്ഷികളും അഭൂവമായ അന്തരീക്ഷവും പ്രകൃതി വർണ്ണനകളും ഒക്കെയുണ്ട്. പറഞ്ഞു പോയി ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ ഈ മഞ്ജുതരയുടെ മഞ്ഞിൽ മുങ്ങും കുഞ്ചകുടീരങ്ങളിൽ, അതായത് സാമ്യമകുന്ന ഉദ്യാനം. ദേവപ്രസാദ് പറഞ്ഞു, എന്താണ് മഞ്ജുതര? നമ്മൾ വെറുതെ കേട്ടിങ്ങനെ പോകത്തേ ഉള്ളൂ. മഞ്ജുതര എന്ന് പറയുന്നത് നളചേരുന്ന ആട്ടക്കഥയുടെ 3-ാം യാമത്തിൽ മഞ്ജുതര പാടുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ജയദേവന്റെ അഷ്ടപതിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ലാവണ്യവതികൾ ലാളിച്ചു വളർത്തിയ ദേവഹംസങ്ങളെ. അപ്പൊ ഇതൊക്കെ ഇത്തരത്തിലുള്ള ഒരു കവിയിൽ നിന്ന് കേൾക്കുക. വെൺചന്ദ്രലേഖ ഒരു അപ്സര സ്ത്രീ, വെൺചന്ദ്രലേഖ ഒരു അപ്സര സ്ത്രീ. വിപ്രലംബ ശൃംഗാരം. വിപ്രലംബ ശൃംഗാരം ശരിക്കും നമ്പൂതിരിമാരുടെ ശൃംഗാരത്തെയാണ് പറയുന്നത്. ശൃംഗാരം ആടാൻ വന്ന അപ്സര സ്ത്രീ എന്നാണ്. അപ്പൊ ഇങ്ങനെ ഒത്തിരിയുണ്ട്. ഇനി വേണമെന്നുണ്ട്, ഞാൻ പറയുന്നില്ല. മാധവിലതയെ കുറിച്ചൊക്കെ പറയാൻ, മാധവിലത എന്ന് പറയുന്നത് അതിമനോഹരമായ അതീവ ചാരുതയോടെ പൂത്തൊലിഞ്ഞു നിൽക്കുന്ന മാധവി എന്ന ഉദാത്തമായ പ്രണയത്തിന്റെ അടങ്ങാത്ത പ്രതികാരത്തിന്റെയും പ്രതീകമായ ഒരു പുഷ്പമാണത്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ നിങ്ങളുടെ സമയം എടുക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ മടക്കി വെക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ വയലാറിനെ കുറിച്ച് പറയാനുണ്ട്. ഞാനൊരു പാട്ടുകാരനല്ലെങ്കിലും പാട്ട് കേൾക്കുമ്പോൾ ഓരോ വരികളിലും അടങ്ങിയിരിക്കുന്ന ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അർത്ഥവും ഉപമയും ഉത്പ്രേക്ഷയും അലങ്കാരങ്ങളും ഒക്കെ നമ്മൾ ആസ്വദിക്കും. എങ്കിൽ മാത്രമേ പാട്ട് ആസ്വദിക്കാമുള്ളൂ. പാട്ടെന്ന് പറഞ്ഞാൽ വെറും സംഗീതമോ അതിൻ്റെ ഈണമോ മാത്രമല്ല. അതിനൊക്കെ അപ്പുറത്ത് നമ്മളെ വശീകരിക്കാൻ കഴിയുന്ന ഒന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉദാത്തമായ രചന എന്ന് വെച്ചാൽ. എന്തായാലും വയലാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വയലാറിന്റെ മകൻ ശരചന്ദ്ര പ്രസാദ് എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ 2000-2003 എറണാകുളത്തുള്ള സമയത്ത് ഒരു ദിവസം രാത്രിയിലെ ശരത് എൻ്റെ അവിടെ താമസിച്ചു. അപ്പൊ അന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു കാര്യമുണ്ട്. പലരും പറയുന്നു മദ്യത്തിന്റെ അടിമയായിട്ടാണ് വയലാർ സാറ് കവിതകൾ ഗാനങ്ങൾ എഴുതിയിരുന്നത് എന്ന് പറഞ്ഞു. ശരത് അത് ശരിയാണോ? അന്ന് രാത്രി മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുക എൻ്റെ റൂമിലാണ് ശരത്ത് കിടന്നത്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ അത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, പക്ഷെ എൻ്റെ അനുഭവം അച്ഛൻ മദ്യപിച്ചുകൊണ്ട് പാട്ടെഴുതുന്ന വളരെ അപൂർവമാണ്. അച്ഛന്റെ ഉദാത്തമായ രചനകളെല്ലാം തന്നെ വെളുപ്പിന് 3 മണിക്ക് അദ്ദേഹം നേരത്തെ മദ്യപിക്കും, പക്ഷെ അതുപോലെ 3 മണിക്ക് എഴുന്നേറ്റ് കുറിക്കിവിടുന്നതാണ്. അപ്പൊ അങ്ങനെ മദ്യത്തിന് അടിമയായ ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന രചനകളല്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കാളിദാസനെയും ഭാസനെയും ഷെല്ലിയെയും കീറ്റ്സിനെയും ഒക്കെ ഉദാഹരണപ്പെടുത്തി അദ്ദേഹം കവിതകൾ എഴുതുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ബോധമണ്ഡലത്തില് അത് നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും അതിനൊരു ഒരു വശീകരണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ അത് മദ്യത്തിനും ഒരിക്കലും എഴുതാൻ പറ്റുന്നതല്ല. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ പലരും എഴുതുന്നുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ പിതാവിൻ്റെ കമുകറിയുമായിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. ഇവരെ കുട്ടൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്ന പല ആൾക്കാരും. ഏതാണ്ട് തിരുവട്ടാർ വീട്ടിലെ ഒരു ദിവസം അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് അദ്ദേഹമൊക്കെ മദ്യപിക്കാൻ അവിടുത്തെ അസിസ്റ്റന്റ് സിംഗടികളാണ് കൊണ്ടുകൊടുത്ത് ദൂരെ ഒരു പാറപ്പുറത്ത് നിന്നാണ് അദ്ദേഹം കഴിച്ചതെന്നുള്ളതൊക്കെ വാദല്ല പറയാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം കുട്ടികളെ സ്നേഹിക്കുന്ന, ഇത്രത്തോളം സ്ത്രീകളെ ബഹുമാനിക്കുന്ന, കുടുംബത്തെ അങ്ങേയറ്റം കരുതുന്ന ഒരു വ്യക്തിയെ കാണാൻ പ്രയാസമായിരുന്നാണ് അദ്ദേഹം പറഞ്ഞു കേട്ടുള്ളത്. അപ്പൊ അതിലെ ഒരു മനുഷ്യൻ എന്ന നിലയിലെ മനുഷ്യന്റെ ശബ്ദം കേൾക്കാനും മനുഷ്യനെ സ്നേഹിക്കാനും കഴിയുന്ന ഒരു വലിയ മാനവികതയുടെ പര്യായമായ വയലാറിന്റെ ഈ 50-ാം ചരമവാർഷികത്തിന് നമ്മുടെ എല്ലാവരുടെയും സ്മൃതിയായിട്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക്, ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഹൃദയാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.